Revit MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 20ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോണത് ഇതുവരെ നമ്മൾ നോക്കിയിട്ടുള്ള അതായത് ലെവൽ ക്രിയേഷൻ, അതുപോലെ തന്നെ മറ്റ് ടൂളുകൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് റിവിറ്റിലൊരു ഡിസൈൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒരു വീടിൻ്റെ ഒരു ഡിസൈൻ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിവിറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്ത ഏതെങ്കിലും പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം. ഇല്ല എങ്കിൽ ഇവിടെ ന്യൂ കൊടുത്തതിന് ശേഷം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഡിഫോൾട്ട് മെട്രിക് ഇതിനകത്ത് ഇല്ല എങ്കിൽ ഇവിടെ ബ്രൗസറിനകത്ത് വന്നു. ബ്രൗസറിനകത്ത് ഇതൊക്കെ നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ളതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ റിവിറ്റ് സോഫ്റ്റ്വെയർ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയി കിടക്കുന്നത്. ഇവിടെ RVT 2020 എടുത്തു, ഇവിടെ ടെംപ്ലേറ്റ്സ് എടുത്തു. ഓക്കെ, ഇവിടെ ഇന്ത്യയിൽ ഇവിടെ ഡിഫോൾട്ട് മെട്രിക്സ് എന്ന് പറയുന്നൊരു ടെംപ്ലേറ്റ് ഉണ്ടാവും. ഡിഫോൾട്ട് മെട്രിക് ഇത് സെലക്ട് ചെയ്യണം. ഇത് സെലക്ട് ചെയ്ത ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോയിലേക്ക് വരും. ഈ ഒരു ടെംപ്ലേറ്റ്സിനുള്ളിലാണ് നമ്മൾ നമ്മുടേതായ ഡ്രോയിങ്ങുകൾ ചെയ്യുന്നത്. ഈ ഡിഫോൾട്ട് മെട്രിക്സ് ടെംപ്ലേറ്റ് എന്താണ് എടുത്തതെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ ആദ്യം പോലെ കണ്ടുവരുന്നത് നന്നായിരിക്കും. ഓക്കെ, ടെംപ്ലേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് കീ ആയ UN ടൈപ്പ് ചെയ്ത് കൊടുക്കുക. UN ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മില്ലിമീറ്ററിലാണ് കിടക്കുന്നത്. ഓക്കെ, മില്ലിമീറ്റർ തന്നെയാണ് വേണ്ടത്. ഇവിടെ നമുക്ക് യൂണിറ്റ് സിമ്പിൾ കൊടുക്കാൻ കഴിയും. ഇവിടെ സിമ്പിൾ MM ആണ്, മില്ലിമീറ്ററിൻ്റെ സിമ്പിൾ MM. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് സെറ്റ് ആയി കഴിഞ്ഞു. അടുത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യേണ്ട ലെവലാണ്. ലെവൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എത്ര ലെവൽ വരെ സെറ്റ് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സിംഗിൾ ഫ്ലോർ ഉള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ ലെവലിലാണ് ലെവൽ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ ഒരു ഡേറ്റാ ഷീറ്റ് ഉണ്ടാക്കിയിരിക്കണം. ഇപ്പം ഞാനിവിടെ ഒരു ഗൂഗിൾ ഷീറ്റിലൊരു ഡേറ്റാ ബേസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് എനിക്കിവിടെ വേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫൗണ്ടേഷൻ്റെ ഹൈറ്റ് വരെ, ടോപ്പ് ഹൈറ്റ് വരെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 450 mm വേണ്ടത്. അപ്പം നമുക്ക് നേരെ റിവിറ്റിലേക്ക് പോവാം. റിവിറ്റിൽ പോയതിനു ശേഷം ഇവിടെ ഒരു 2 ലെവൽ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ആയി കിടപ്പുണ്ട്. നമുക്ക് സെക്കൻഡ് ലെവല് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഹൈറ്റ് നമുക്ക് വേണ്ടത്രയാണ് 450 mm. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് അത് സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെന്താണെന്നുള്ളൊരു പേരും കൂടെ കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഫൗണ്ടേഷൻ. ഓക്കെ, നേരെ റിവിറ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. വുഡ് യു ലൈക്ക് ടു റീനെയിം കറക്റ്റ്ലി? യെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റായി. അതിനുശേഷം നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ടോപ്പിലേക്ക് ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കും. അതുപോലെ ലെവൽ 1 നമുക്കൊന്ന് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത ലെവൽ നമുക്ക് എത്രയിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രയിലാണ് വരയ്ക്കേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകാം. ഓൾറെഡി നമ്മളിവിടെ ഡേറ്റാ ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഫ്ലോർ മുതൽ ലെൻറ്റിലിൻ്റെ ടോപ്പ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 2100 mm എന്നാണ്, 2100 mm. ഓക്കെ, അടുത്ത ഹൈറ്റ് പിന്നെ വരേണ്ടത് ഫ്ലോർ മുതൽ ലെൻറ്റിലിൻ്റെ ടോപ്പ് വരെയുള്ള ഹൈറ്റാണ് വരേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തിക്നെസ് കൂടെ വരും. അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫൗണ്ടേഷൻ്റെ മേളിലായിട്ടും അതുപോലെ തന്നെ ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു 40 mm ഒരു ഹൈറ്റിലൊരു കോൺക്രീറ്റ് പോലെ വയ്ക്കും. അതായത് ഈ വെള്ളത്തിൻ്റെ ഈർപ്പൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും, ഈർപ്പൊന്നും പിടിച്ച് മേളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രിക്കോഷന് വേണ്ടിയിട്ട് ചെറിയൊരു 80 mm തിക്നെസ്സിലും അതുപോലെ തന്നെ 40 mm വിത്തിലും ഒരു ചെറിയൊരു കോൺക്രീറ്റ് ചെയ്യും. അങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 40 mm നമ്മളിവിടെ ഒരു ലെവല് വരച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാനത് ഇവിടെ എടുക്കാതെ ഡയറക്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലോർ ഹൈറ്റ് എന്ന് പറയുന്നത്, ഫ്ലോർ മുതൽ ലിൻറ്റിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 2100 എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഫൗണ്ടേഷൻ്റെ ടോപ്പ് ഹൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇവിടെ നിന്ന് 2100 ഹൈറ്റാണ് ലിൻറ്റിൽ ടോപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഹൈറ്റ് ഒന്നുമല്ല, ഇതിപ്പോൾ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹൈറ്റുകളാണ്. നിങ്ങളിത് വരയ്ക്കപ്പം കൃത്യമായിട്ട് തന്നെ അത് പഠിച്ചിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയിട്ട് വേണം ഓരോ ഹൈറ്റും കാര്യങ്ങളും എല്ലാം എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വേറൊരു ഹൈറ്റും കൂടെ വരച്ചു കൊടുക്കേണ്ടതുണ്ട്. 2100 വെച്ചുകൊണ്ട് ഒരു ഹൈറ്റ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആർക്കിടെക്ചറിലേക്ക് പോകാം. ഇവിടെ ലെവൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ലെവൽ എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ജസ്റ്റ് മൗസ് കൊണ്ടുവരുമ്പോഴേക്കും മെഷർമെൻറ്റ് കാണാം. ഇവിടെ 2100 നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. ഓക്കെ, എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ആ ഒരു ഹൈറ്റിൽ സെറ്റ് ആവും. അപ്പോൾ ഇതെല്ലാം ഈ ലെവൽസ് എല്ലാം ഒരേ ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ആവും. ഇവിടെ വെച്ചിട്ട് നമ്മൾ മെഷർമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം ഒരേ കണക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പോൾ ലെവൽ ഒന്നുകൂടെ എടുത്തതിന് ശേഷം ഇതേ ലെവലിൽ വന്നു ഇവിടെ 2100 മെഷർമെൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് ഇതുപോലെ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി, ആ ഒരു ഹൈറ്റിൽ വന്ന് സെറ്റ് ആവും. ഇവിടെ ഒരേ ലെവലാകുമ്പോൾ ഇവിടെ കാണിച്ചു തരും, റിവിറ്റ് കാണിച്ചു തരും ഈ ഒരു നേർരേഖ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെവൽ അവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അതിന് നമുക്ക് പേര് കൊടുക്കാനായിട്ട് കഴിയും. ഇവിടെ ഇപ്പോൾ 2550 അടിക്കുന്നത്. അതെന്തുകൊണ്ടാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കാണിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മുതലുള്ളതാണ്. അതായത് ഈ ലെവൽ 1 മുതൽ ലെവൽ 3 വരെയുള്ള ഹൈറ്റാണ് കാണിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ അനോട്ടേറ്റിലേക്ക് പോയതിനു ശേഷം ഇവിടെ മെഷർമെൻറ്റ് ലൈൻ എടുത്തു. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് 2550 mm ആണ് ലെവൽ 1 മുതൽ ലെവൽ 3 വരെയുള്ള ഹൈറ്റ്.
ലെവൽ 3 മുതൽ ലെവൽ 2 വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 2100 ആയിരിക്കും. ഓക്കെ, ഇവിടെ ലെവൽ 3യിൽ നമ്മൾ പേര് കൊടുക്കണം. പേര് നമുക്ക് എന്താ കൊടുക്കണം? ഫ്ലോർ ടു ലിൻറ്റിൽ വരെയുള്ള ഹൈറ്റ്. അപ്പോൾ ഫ്ലോർ ടു ലിൻറ്റ് എൻ്റർ കൊടുത്തു, എസ് കൊടുത്തു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെ മെഷർമെൻറ്റും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നെയിമും വന്നിട്ടുണ്ട്. അടുത്ത ലെവൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ലിൻറ്റിൽ മുതൽ റൂഫ് ടോപ്പ് വരെയുള്ള ഹൈറ്റ് നമുക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റാബേസിലേക്ക് പോകാം. ഡേറ്റാബേസിലേക്ക് ഇവിടെ ലിൻറ്റിൽ ടു റൂഫ് ടോപ്പ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 800 mm ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ ഒരു ലെവൽ ക്രിയേഷൻ ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ ലെവലിൽ വരണം. ആർക്കിടെക്ചറിൽ പോയതിനു ശേഷം ഇവിടെ ലെവൽ എടുത്തതിന് ശേഷം ഇവിടെ മെഷർമെൻറ്റ് നമുക്ക് 800 mm ആണ് വേണ്ടത്. എടുത്ത ശേഷം ഇതേപോലെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 800 ആയിരിക്കും. നമുക്ക് അനട്ടേറ്റിലേക്ക് പോവാം. അനട്ടേറ്റിലേക്ക് പോയി അലൈൻ എടുക്കുക. അലൈൻ എടുത്തിട്ട് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. 800 ആയിരിക്കും ലെവൽ 3 മുതൽ ലെവൽ 4 വരെയുള്ള ഹൈറ്റ്. അതായത് ഫ്ലോർ ടോപ്പ് മുതൽ റൂഫ് ടോപ്പ് വരെയുള്ള ഹൈറ്റ്. ഓക്കെ, നമ്മുടെ ലെവൽ ക്രിയേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഡ്രോയിങ് ആണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് നോക്കാം. ഓക്കെ.